വേവ് ഒപ്റ്റിക്സിൽ ഓവർലാപ്പിംഗ് എന്നുള്ളൊരു ടോപ്പിക് വരുന്നുണ്ട് നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യന്. എ ബീം ഓഫ് ലൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് വേവ് ലെങ്ത് 650 നാനോമീറ്റർ ആൻഡ് 550 നാനോമീറ്റർ illuminates the Young's double slit experiment with a separation of 2 millimeters such that the interference fringes are formed on the screen placed at a distance 1.2 meter from the slit. The least distance of a point from the central maxima where the bright fringes due to both the wavelength coincide is. അതായത് ഈ ചോദ്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സെൻട്രൽ മാക്സിമ. എല്ലാ ഡിസ്റ്റൻസും നമ്മൾ സെൻട്രൽ മാക്സിമത്തിൽ നിന്നല്ല മെഷർ ചെയ്യാറ്. ഇനി അവർ ക്വസ്റ്റിൽ പറഞ്ഞ കാര്യം, ആദ്യം നമ്മൾ 650 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റാണ് യൂസ് ചെയ്തത്. കാരണം വേവ് ലെങ്ത് മാറും തോറും ഫ്രിഞ്ച് വിഡ്ത്ത് മാറും അല്ലേ. ഓരോ വേവിനും ഓരോ ടൈപ്പ് പാറ്റേൺസ് ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഇവർ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രൈറ്റ് ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ എന്തായിരിക്കും, ഒരു 4ാമത്തെ ബ്രൈറ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ 650 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് യൂസ് ചെയ്തപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എന്ത് ഫോം ചെയ്തു? 4ാമത്തെ ബ്രൈറ്റ്. ക്വസ്റ്റിൽ 4 എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ എക്സാമ്പിൾ പറയാം. 4ാമത്തെ ബ്രൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു? വേവ് ലെങ്ത് റീപ്ലേസ് ചെയ്തു. 650 മാറ്റിയിട്ട് പകരം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് 550 ആക്കി മാറ്റി. അപ്പോഴും ഈ ഡിയും ഒന്നും മാറില്ല. കാരണം നമ്മൾ ഇതിന്റെ ജോമെട്രിക്കൽ സെറ്റപ്പിലൊന്നും മാറ്റം വരുത്തുന്നില്ല. ജസ്റ്റ് വേവ് ലെങ്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഈ വേവ് ലെങ്ത് ആകുന്ന സമയത്ത് ഫ്രിഞ്ചിന്റെ പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ടാകും. ഇനി വേറെ ടൈപ്പ് പാറ്റേൺ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ കേസിൽ ഇവിടെ 4ാമത്തെ ബ്രൈറ്റ് അല്ലേ കിട്ടിയത്. ഞാൻ വേവ് ലെങ്ത് മാറ്റിയ സമയത്ത് ഇവിടെ നടന്ന കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. അതേ സ്ഥലത്ത് ഇപ്പൊ 6ാമത്തെ ബ്രൈറ്റ് കിട്ടി. അപ്പൊ അതേ സ്ഥലത്ത് ഇപ്പൊ 6ാമത്തെ ബ്രൈറ്റ്. അപ്പൊ ആദ്യം 4ാമത്തെ ബ്രൈറ്റ് എവിടെയാണ് ഫോം ചെയ്തത്? അതേ സ്ഥലത്ത് ഇപ്പൊ 6th ബ്രൈറ്റ് എന്ത് ചെയ്തു? ഫോം ചെയ്തു. അപ്പൊ എനിക്കൊരു കാര്യം പറഞ്ഞൂടെ, ഡിസ്റ്റൻസ് ടു ദ 4th ബ്രൈറ്റും ഡിസ്റ്റൻസ് ടു ദ 6th ബ്രൈറ്റും എന്താണ്? ഈക്വൽ ആണ്. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറ്? എക്സ് എന്ന് വിളിക്കാറ്, അല്ലെങ്കിൽ വൈ എന്ന് വിളിക്കാം. ഡിസ്റ്റൻസ് ടു ദ ബ്രൈറ്റ്. ആ രണ്ട് കേസിലും ബ്രൈറ്റിലേക്കുള്ള ദൂരം എന്താണ്? സെയിം ആണ്. ആദ്യത്തെ കേസിൽ ഞാൻ ജനറലി പറയുകയാണെങ്കിൽ λ1 വേവ് ലെങ്ത് യൂസ് ചെയ്തപ്പോൾ അങ്ങോട്ടുള്ള ദൂരം ഉണ്ടല്ലോ, അതേ ദൂരം തന്നെയാണ് ഞാൻ λ2 വേവ് ലെങ്ത് യൂസ് ചെയ്തപ്പോഴും. ആ രണ്ട് ബ്രൈറ്റുകളും കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ബ്രൈറ്റും കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അങ്ങോട്ടുള്ള ദൂരം എന്താണ്? സെയിം ആണ്. ഇനി ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയണം, എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ഡിസ്റ്റൻസ് ബ്രൈറ്റിന്റെ ഫോർമുല n λd/d. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണമെങ്കിൽ 1 2 എന്ന് എഴുതാം കേട്ടോ. ജനറലി എപ്പോഴും 4 6 ആവണം നിർബന്ധമില്ലല്ലോ. രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഡിസ്റ്റൻസിന്റെ ഫോർമുല n λd/d ആണ്. ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് ഞാൻ 1 എന്ന് വിളിച്ചു. d1 എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം പിന്നെ ഡിസ്റ്റൻസ് നമ്മൾ മാറ്റുന്നില്ലല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പിന്നെയും ബ്രൈറ്റിലേക്കുള്ള ദൂരം n λd/d ആണ്. സെക്കൻഡ് കേസ് ആയതുകൊണ്ട് 2 എന്ന് വിളിച്ചു. ഈ ഡിയും ഇത്രയും ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. അതുകൊണ്ട് n1 λ1 ഈക്വൽ ടു n2 λ2. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഞങ്ങൾക്ക് ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്താലും മതി. അപ്പോൾ ഓവർലാപ്പിങ്ങിന്റെ കേസിൽ പ്രോബ്ലം നമ്മൾ ഏത് ഫോർമുല വെച്ചിട്ടാണ് യൂസ് ചെയ്യാറ്? n1 λ1 ഈക്വൽ ടു n2 λ2. n1 എന്ന് പറയുമ്പോൾ ആദ്യത്തത് എത്രാമത്തെ ബ്രൈറ്റ് എന്നുള്ളത്, λ1 അതിന്റെ വേവ് ലെങ്ത്. n2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കേസിൽ എത്രാമത്തെ ബ്രൈറ്റ് ആണെന്നുള്ളത്, λ2 അതിന്റെ വേവ് ലെങ്ത് ആണ്. ഈ ഒരു തിയറിയുടെ ബേസിലായിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എന്താ ഫോർമുല? n1 λ1 is equal to n2 λ2. Therefore n1 divided by n2 is equal to λ2 divided by λ1. λ2 രണ്ടാമത്തെ കേസിലെ വേവ് ലെങ്ത് 550, ആദ്യത്തെ കേസിലെ വേവ് ലെങ്ത് 650 ആണ് അല്ലേ. 650 ആണ്. 0 ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. Therefore n1 divided by n2 is equal to, ഇതിനെ രണ്ടും നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 11 divided by 13 എന്ന് കിട്ടും. അപ്പൊ n1 by n2 ഈക്വൽ ടു 11 by 13. എന്താണ് ചോദ്യം എന്നറിയോ? The least distance of a point from the central maxima where the bright due to the fringes are coincide. അതിന്റെ അർത്ഥം ഇവർ ആദ്യമായിട്ട് പിന്നെ കോയിൻസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ആദ്യത്തെ വേവ് ലെങ്ത് യൂസ് ചെയ്തപ്പോൾ n1ന്റെ വാല്യൂ 11ഉം n2ന്റെ വാല്യൂ 13 അല്ലേ. അതിന്റെ അർത്ഥം ആദ്യം വേവ് ലെങ്ത് 650 യൂസ് ചെയ്തില്ലേ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 650 നാനോമീറ്റർ അല്ലേ ആദ്യം നമ്മൾ യൂസ് ചെയ്തത്, അതല്ലേ n1. ആ സമയത്ത് 11ാമത്തെ ബ്രൈറ്റ് ഫോം ചെയ്തു. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഫിഗർ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. നമുക്ക് ഇതേപോലെ സെൻട്രൽ മാക്സിമം ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത വേവ് ലെങ്ത് ആരാണ്? 650 നാനോമീറ്റർ. ആ സമയത്ത് ഇവിടെ എന്താ ഫോം ചെയ്തിട്ടുള്ളത്? 11ാമത്തെ ബ്രൈറ്റ് ഫോം ചെയ്തു. പിന്നീട് n2 ഞാൻ യൂസ് ചെയ്തു. രണ്ടാമത്തെ വേവ് ലെങ്ത് ആരാ? 550.
ആ സമയത്ത് അവിടെ എത്രാമത്തെ ബ്രൈറ്റാണ് ഫോം ചെയ്തിട്ടുള്ളത്? 13ാമത്തെ ബ്രൈറ്റ് അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് 550 നാനോമീറ്റർ യൂസ് ചെയ്തപ്പോൾ പണ്ട് 11ാമത്തെ ബ്രൈറ്റ് കിട്ടിയ അതേ സ്ഥലത്ത് ഇപ്പോൾ 13ാമത്തെ ബ്രൈറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുള്ള ദൂരമാണ് അവർ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ആ ദൂരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ദൂരം നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. ബ്രൈറ്റിൻ്റെ ഫോർമുല അല്ലേ, ബ്രൈറ്റിലേക്കുള്ള ദൂരമല്ലേ ചോദിച്ചത്? എന്താ ഡിസ്റ്റൻസ് ടു ദ ബ്രൈറ്റിൻ്റെ ഫോർമുല എന്താണെന്നറിയോ? n λ/d/d. നിങ്ങൾക്ക് ഏത് വെച്ചിട്ട് വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യാം. രണ്ടും ചെയ്താലും നിങ്ങൾക്ക് ഒരേ ആൻസറേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേവ് ലെങ്ത്തിന് 650 എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ n-ന് 11 എന്ന് കൊടുക്കണം. കാരണം ഈ ദൂരം സെയിം അല്ലേ? വേണമെങ്കിൽ വേവ് ലെങ്ത്തിന് 550 എന്ന് കൊടുക്കാം. അപ്പോൾ അത് എത്രാമത്തെ ബ്രൈറ്റ് ആണ്? 13ാമത്തെ ബ്രൈറ്റ്. കാരണം 11ാമത്തെ ബ്രൈറ്റിലേക്കുള്ള ദൂരം 13ാമത്തെ ബ്രൈറ്റിലേക്കുള്ള ദൂരം സെയിം ആണ്. പക്ഷെ 11ാമത്തെ ബ്രൈറ്റ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ വാല്യൂ കൊടുക്കേണ്ടി വരും. 13ാമത്തെ ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വേവ് ലെങ്ത് കൊടുക്കേണ്ടി വരും. രണ്ട് ചെയ്താലും ഒരേ ആൻസർ അല്ലേ കിട്ടുള്ളൂ. രണ്ടും ഈക്വൽ ഇക്വേറ്റ് ചെയ്തപ്പോഴല്ലേ എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഏതെടുക്കാം? ഈ ആദ്യത്തെ കേസ് വേണമെങ്കിൽ എടുക്കാം അല്ലേ? അപ്പോൾ എത്രാമത്തെ ബ്രൈറ്റ് ആണ്? 11. അതിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? 650 നാനോമീറ്റർ എന്നായതുകൊണ്ട് 10⁻⁻⁹. ക്യാപിറ്റൽ D അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ അല്ലേ ക്യാപിറ്റൽ ലെറ്റർ D? അത് എത്രയാണ്? 1.2 എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സ്മോൾ ലെറ്റർ D എന്ന് പറയുമ്പോൾ 2 സ്ലിറ്റുകൾ തമ്മിലുള്ള അകലം അത് 2 മില്ലിമീറ്റർ ആണ്. മില്ലിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 10⁻⁻3. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 429 × 10⁻⁵ മീറ്റർ എന്ന് കിട്ടും. 429 × 10⁻⁵ മീറ്റർ. ഇവർ ചോദിച്ചതും -10⁻⁵ ആണ്. അപ്പോൾ 429 ഈസ് ദി കറക്റ്റ് ആൻസർ.